നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മുടെ ഈ ഇലക്ഷന് വളരെ മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിലെ മാധ്യമക്കാർ അവരെ ഇടതുപക്ഷ സർക്കാരിനോട് എടുത്ത നിലപാട് നമ്മളെല്ലാം കാണുന്നതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് സഖാവ് പിണറായി വിജയൻ മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞ മാധ്യമങ്ങൾ മുട്ടിലിഴഞ്ഞ് ശരീരം ആസകലം ആക്കുന്ന ഒരു പ്രോസ്ട്രേറ്റിംഗ് സിറ്റുവേഷനിലേക്ക് എത്തി. നമ്മൾ അതിനുശേഷം ഇലക്ഷന് ശേഷം നമ്മുടെ BJP അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പുറത്തുവിട്ട മാധ്യമങ്ങളുടെ ടൂൾ കിറ്റ്, ഏഷ്യാനെറ്റിൻ്റെ ടൂൾ കിറ്റ്, അതും നമ്മൾ കണ്ടതാണ്. അതായത് BJPക്കെതിരെ അല്ലെങ്കിൽ കോൺഗ്രസിനെതിരെ എന്തൊക്കെ കഥകൾ ഉണ്ടാക്കണം. അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളെപ്പറ്റി നമുക്ക് വ്യക്തമായ ധാരണയുണ്ട്. അത് പൂർണ്ണമായും ഈ മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്ന അവരെ പൂർണ്ണമായും ഒരു ഇടത് ചായ്വുള്ള പത്രപ്രവർത്തകരാണ്. ഒരുപാട് പേര് നക്സൽ ബന്ധമുള്ളവരുണ്ടെന്ന് അറിയാം. അർബൻ നക്സൽസ്, പിന്നെ ജിഹാദി ബന്ധം ഇപ്പോൾ വളരെ വ്യക്തമാണ്. സിദ്ദിഖാപ്പൻ്റെ വിഷയം വന്നപ്പോഴത്തേക്ക് ജിഹാദി വിഷയം വളരെ വ്യക്തമാണ്. കാരണം പത്രപ്രവർത്തകരുടെ ഒരു സംഘടനയാണ് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ്. അപ്പോൾ ഞാൻ നേരത്തെ ഇതിന് മുമ്പ് ലൈവ് വന്നപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു സംഘടന പെറ്റീഷണറായിട്ടാണ് ഈ സിദ്ദിഖാപ്പൻ എന്ന് പറഞ്ഞ ജിഹാദി പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനെ കോടതിയിൽ നിന്നും ജാമ്യത്തിലെടുക്കാനോ അല്ലെങ്കിൽ ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യാനോ ഈ ജിഹാദി കൂട്ടങ്ങളാണ് ഈ നേരിട്ട് പോയി പെറ്റീഷണറായി കേസ് ഫയൽ ചെയ്തത്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇതൊക്കെ വന്നപ്പോൾ എൻ്റെ ഒരു അജ്ഞാത സുഹൃത്ത്, ഒരു മാധ്യമപ്രവർത്തകൻ തന്നെയാണ്. അപ്പോൾ അദ്ദേഹം എനിക്ക് അജ്ഞാതനായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്ത്. കാരണം ഞാൻ അന്വേഷിച്ചപ്പം ഈ മാധ്യമപ്രവർത്തകരിൽ നല്ലൊരു പങ്കം, വളരെ മര്യാദക്കാരുള്ള മാധ്യമപ്രവർത്തകരുണ്ട്. അവരൊന്നും ഈ കേരള യൂണിയൻ വർക്കിംഗ് ജേർണലിസ്റ്റിലെ അംഗമാണെങ്കിൽ തന്നെ വളരെ സൈലന്റ് ആണ്. ഇത് ഭരിക്കുന്നത് ഈ കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് എന്ന് പറയുന്ന സംഘടന, ഈ നമ്മുടെ മാധ്യമങ്ങളുടെ സംഘടന, മാമാക്കാരുടെ സംഘടന ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഇത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ പറഞ്ഞ ഒരു വിഭാഗം ഇടതുപക്ഷ ജിഹാദി അനുകൂല, അർബൻ നക്സൽ അനുകൂല ഒരു വിഭാഗമാണിത് പിടിച്ചു വെച്ചിരിക്കുന്നത്. അവരാണിത് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാരും വളരെ സൈലൻ്റായി ഇതിനകത്ത് അങ്ങ് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. തെറ്റാകാം ശരിയാകാം എനിക്ക് അറിയില്ല. അപ്പം എന്തായാലും എൻ്റെ ഈ മാധ്യമ സുഹൃത്ത് കുറച്ച് ഡോക്യുമെൻറ്റ്സ് എനിക്ക് തന്നു. എൻ്റെ ബേസിക് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ ബേസിക് നേച്ചർ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. എന്നിട്ട് ബേസിക് നേച്ചർ ആദ്യം പറയാം. അതായത് നമ്മളൊന്നും അറിയാത്തൊരു കാര്യമുണ്ട്. ഈ മാധ്യമ എന്താ പറയുന്നത്, ഈ ഫ്രറ്റേണിറ്റി, ഇത് നാലാം ലിംഗമെന്നോ നാലാം തൂണെന്നോ നാലാം ലിംഗം എന്ന് പറഞ്ഞത് പിന്നെ തിരുവനന്തപുരത്തെ വക്കീലന്മാരാണ്. കാരണം ഇവരെ വക്കീലന്മാരോടൊരു ഗുസ്തി നടത്തിയായിരുന്നു. അതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലേ കിടക്കാം. അത് വളരെ രസകരമായ സംഭവമാണ്. കാരണം ഹൈക്കോടതിയിൽ നിന്നാണ് ഈ വിഷയം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ഹൈക്കോടതിയിൽ ഈ മാധ്യമ പ്രവർത്തകർക്കായിട്ട് ഒരു മുറി ഉണ്ടായിരുന്നു, മീഡിയ റൂം എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി ബിൽഡിങ്ങിനകത്ത്. അപ്പോൾ അത് അവിടെ വലിയൊരു ഒരു സെറ്റപ്പായിരുന്നു അവിടെ. അപ്പോൾ ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് പലതും ഈ കോടതിയിൽ നിന്ന് ഡിക്റ്റേഷൻ കൊടുക്കുന്ന ജഡ്ജസ് ഇംഗ്ലീഷിലാണ് ഡിക്റ്റേഷൻ കൊടുക്കുന്നത്. അതൊന്നും മെജോറിറ്റി ആൾക്കാർക്കും കാര്യമായ രീതിയിൽ മനസ്സിലാവില്ല. എന്താ കോടതിയിൽ നിന്ന് ഓപ്പൺ കോർട്ടിലിരുന്ന് കേട്ടാൽ മോസ്റ്റ് ഓഫ് ദിസ് ജേർണലിസ്റ്റ് അവർക്ക് ആരും ഐഡിയ ഇല്ല, ലീഗൽ സൈഡ് ഒന്നും ഐഡിയ ഇല്ല. വെറും തള്ളു മാത്രമേ ഉള്ളൂ. ഈ രാവിലെ വൈകിട്ട് വന്ന് ഈ കോട്ടിട്ടോണ്ടിരുന്ന് ചാടുന്ന മറിക്കുന്ന ഏർപ്പാടുകൾ മാത്രമേ ഇവർക്കുള്ളൂ. ഇവർക്ക് ബേസിക് നോളജ് വളരെ കുറവാണ്. വെറും ഈ പറഞ്ഞ ഒരു ജാറായി നിൽക്കുന്ന ഒരു അഭ്യാസമാണ്, ഏതാണ്ട് വലിയൊരു സംഭവമാണെന്ന് പറഞ്ഞു. ഇവന്മാർക്ക് ഇത് വക്കീലന്മാരുമായൊരു ചെറിയ പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഇവർ അതുവരെ ചെയ്തുകൊണ്ടിരുന്നത് ഈ കോടതിയുടെ പിന്നെ ജഡ്ജസിൻ്റെ ചേംബറിൽ പോവാം. ഈ ഡിക്റ്റേഷൻ എടുത്തു കഴിഞ്ഞാൽ ജഡ്ജസിൻ്റെ ചേംബറിൽ പോയി ജഡ്ജസിൻ്റെ ചേംബറിൽ നിന്നാണ് ഇത് എഴുതിയെടുത്തിട്ടാണ് ഈ അഭ്യാസം കാണിച്ചുകൊണ്ടിരുന്നത്. അത്രമാത്രം ആക്സസ്. അത് വക്കീലന്മാർ പോലും ജഡ്ജസിൻ്റെ ചേംബറിൽ വളരെ ചുരുക്കമായിട്ടേ പോകാറുള്ളൂ. ആരും പോകാറില്ല എന്ന് തന്നെ പറയാം. വളരെ വളരെ അത്യാവശ്യം അവശ്യ സമയങ്ങളിൽ മാത്രം. പക്ഷെ ഇവർക്ക് ഫ്രീ ആക്സസ് ആയിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ നടന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും ഫ്രീ ആക്സസ് ആയിരുന്നു ഈ ജേർണലിസ്റ്റുകൾക്ക്, കേരളത്തിലെ ജേർണലിസ്റ്റുകൾക്ക്, ഹൈക്കോടതിയിലെ ജഡ്ജസിൻ്റെ ചേംബറിൽ.
അപ്പോൾ ഈ വക്കീലന്മാരോട് എന്തോ ഒരു വിഷയത്തിൽ ഇവർ തമ്മിൽ ഒരു പ്രശ്നമായി. ഒരു വക്കീലിനെ ഇവർ തള്ളുവോ ഉന്തുവോ ഒക്കെ ചെയ്തു. അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും അടിയും പിടിയും ബഹളമായി. വക്കീലന്മാരെ ശരിക്കും ഇവരെ കൈകാര്യം ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷേ ഇവര് ഈ പ്രശ്നം മുഴുവൻ വഷളായത് അവിടെ നിന്നല്ല. ഇവിടെ ഹൈക്കോടതിയിൽ വെച്ച വക്കീലന്മാരെ ശരിക്കും ഇവർ ആക്രമിച്ചു. ഇവരെ സംഘം ചേർന്ന് വന്നത്. കാരണം ഇവരുടെ ഈ ജിഹാദി സെറ്റ് കംപ്ലീറ്റ് ഉണ്ട്. ഈ ഗുണ്ടകൾ ഒരുപാട് ഇവരുടെ കസ്റ്റഡിയിലുണ്ട്. കാരണം ജിഹാദി കണക്ഷനുള്ള ഡയറക്റ്റ് കണക്ഷനുള്ള മാധ്യമപ്രവർത്തകരാണ് കേരളത്തിൽ കൂടുതലുള്ളത്. അപ്പൊ ഇവര് നേരെ ഹൈക്കോടതിക്കകത്ത് കയറി വക്കീലന്മാരെ കോടതിക്കുള്ളിൽ കയറി കാര്യമായ രീതിയിൽ മർദ്ദിച്ചതിന് ശേഷം ഈ സമരം വ്യാപിച്ചു. വക്കീലന്മാർ പ്രൊട്ടസ്റ്റുമായിട്ട് ഇറങ്ങി. കാരണം ഇവര് കോടതിക്കകത്ത് കയറി ഇത് ഇങ്ങനെ തെമ്മാടിത്തരം കാണിച്ചു കഴിഞ്ഞപ്പോൾ വക്കീലന്മാര് കേരളം ഒട്ടാകെ സമരത്തിലേക്ക് ഇറങ്ങി. അത് തിരുവനന്തപുരം കോടതിയിൽ ഇവർ ഈ അഭ്യാസത്തോടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കുതിരെ തള്ളിട്ടു. എന്നിട്ട് അവിടെ തിരുവനന്തപുരത്താണ് ഇവരെ എഴുതി വെച്ചത്. ഈ വക്കീലന്മാരെ എഴുതി വെച്ചത്. അവിടെ ഒരു മീഡിയ റൂം ഉണ്ടായിരുന്നു. അവിടെ എഴുതി വെച്ചു 4-ാം ലിങ്കക്കാരുടെ സ്ഥലം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ 4-ാം ലിംഗം എന്നുള്ളൊരു 4th എസ്റ്റേറ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടുന്നാണ് ഈ 4th എസ്റ്റേറ്റ് അല്ലെങ്കിൽ 4th പില്ലർ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, 4-ാം പില്ലർ എന്നൊക്കെ പറയുന്നത്. ആരാണ് ഇവിടെ കൂടെ 4-ാം പില്ലർ എന്ന് പറഞ്ഞത്? ഇത്രയും തെമ്മാടിത്തരവും തഴിവേട്ടത്തരവും കാണിക്കുന്ന ഒരു വിഭാഗം മാധ്യമത്തെ കൊണ്ട് ഒരു അബ്സല്യൂട്ട്ലി ഇമ്മോറലായിട്ട് നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നടക്കുന്ന, ആരും അങ്ങോട്ട് അന്വേഷിക്കാൻ പോലും തയ്യാറാകാത്ത ഒരു സെറ്റപ്പാണ് ഈ മാധ്യമ രംഗം എന്ന് പറയുന്നത്. അബ്സല്യൂട്ട് ഇമ്മോറാലിറ്റി നടക്കുന്ന ഒരുപാട് എല്ലാവരും എല്ലാം ഒരു വിഭാഗം ആൾക്കാർ. അപ്പോൾ ഇവരെ ഒന്ന് തുറന്നു കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ആ സമയത്ത് ഈ വക്കീലന്മാരുടെ സമയത്ത് ഈ വക്കീലന്മാരുടെ മുമ്പിൽ മാത്രമേ ഈ മാധ്യമ കേരളത്തിലെ മുട്ടുകുത്തിയിട്ടുള്ളൂ. കാരണം ഈ സമരം തുടങ്ങി ഇവർക്ക് കോടതിയിലേക്കുള്ള കംപ്ലീറ്റ് പ്രവേശനം നിഷേധിച്ചു. കോടതി തുടങ്ങി ആരും കയറണ്ട, കോടതി കയറുക വേണ്ടായിരുന്നു, കംപ്ലീറ്റ് ഔട്ട്. വെളിയിലുള്ള അഭ്യാസമൊക്കെ മതി. കോർട്ട് റൂമിലെ ഇവർക്ക് പെർമിഷൻ നിഷേധിച്ചു എല്ലാ കോടതിയും, ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം. അതോടെ ആകെ വെട്ടിലായി കഴിഞ്ഞപ്പോൾ ഓടി. പിണറായി വിജയൻ സഖ വന്ന മുഖ്യമന്ത്രിയെ കാണാനായിട്ട് ഗസ്റ്റ് ഹൗസിലൊരു ചർച്ചയ്ക്കായിട്ട് മുഖ്യമന്ത്രി വന്നു. ഗസ്റ്റ് ഹൗസിൽ ചെന്നപ്പോൾ ഇവർ ധരിച്ചത് മുഖ്യമന്ത്രി ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്നുള്ളതാണ്. മുഖ്യമന്ത്രി പറഞ്ഞു കോടതിയിൽ പോകുന്നത് റിപ്പോർട്ട് ചെയ്യാനായിരിക്കണം, അല്ല തെമ്മാടിത്തരത്തിനായിരിക്കരുത് എന്ന് തന്നെ ഉപയോഗിച്ചു. അതിനല്ല കോടതി പോകേണ്ടത്, കോടതി അതിനുള്ള സ്ഥലമല്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയും കൈ എടുത്തു കഴിഞ്ഞപ്പോൾ ഇവരാകെ വെട്ടിലായി. ഒരു മാസത്തോളം നിങ്ങൾ ഓർത്താൽ മതി, ഓരോ മാസത്തോളം എല്ലാ ചാനലുകളും, കേരളത്തിലെ എല്ലാ ചാനലുകളും നിരന്തരം ദിവസവും വൈകിട്ട് 8 മണി മുതൽ 9 മണി വരെയുള്ള സമയം ഈ വക്കീലന്മാരുടെ ഈ സമരത്തിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ചർച്ച. ഇവരെല്ലാം കൂടെ പാനലായിട്ട് വന്നിരുന്നു. വലിയ ആൾക്കാരാണ്. കുറച്ച് പേര് ഇപ്പം ജയിലിലൊക്കെ പോയി എന്നൊക്കെ പറഞ്ഞ് ഈ അജിത്ത്, കുജിത്ത്, അരുണ്, കുരുണ്, മറ്റെന്താ ബിനു, പിന്നെ എന്താ ആ സ്ത്രീയുടെ പേരെന്താ, ഒരു സ്ത്രീ ഉണ്ടല്ലോ, ക്രിപ്റ്റോ ക്രിസ്ത്യൻ സ്ത്രീ ഉണ്ടല്ലോ, അവരൊക്കെ വന്ന് ഷാനി പ്രഭാകരൻ, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നിരന്നു വന്നിരുന്ന് ചർച്ച ചെയ്യായിരുന്നു. പക്ഷെ എന്നിട്ട് ഒരു ചുറ്റും സംഭവിച്ചില്ല. ഇന്നും പഴയമാതിരി അവരുടെ മീഡിയ റൂം എല്ലാം വെളിയിലായി. മാധ്യമപ്രവർത്തകർ ഇതിന് കോടതി പരിസരത്ത് നിന്ന് പുറത്തായി എന്നുള്ളതാതെ ആ സമരത്തിൽ ഇവർക്ക് ഒരു ചുക്കും നേടാൻ പറ്റിയില്ല. ഇവർ മുട്ടുമടക്കി തന്നെത്താനെ സറണ്ടർ ചെയ്ത് പിൻവാങ്ങുകയാണ്. അപ്പം ഈ മാധ്യമപ്രവർത്തകരുടെ ഈ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ മാതിരി എനിക്ക് കുറച്ച് ഡോക്യുമെന്റ്സ് കിട്ടും. അത് നമ്മളൊന്നും അറിയാത്തൊരു കാര്യം എന്ന് വെച്ചാൽ സർക്കാർ ഇവർക്ക് പൈസ കൊടുക്കുന്നുണ്ട്. എന്ത് വകുപ്പിലാന്ന് ആർക്കും അറിയില്ല. സർക്കാർ മാധ്യമപ്രവർത്തകർ, അത് കേരള യൂണിയൻ ഓഫ് വർക്കിംഗ് ജേർണലിസ്റ്റ് എന്നിട്ട് ഒരു വികസന പ്രവർത്തനം, പ്രസ് ക്ലബുകളുടെ വികസനത്തിനായിട്ട് സർക്കാർ വക ഫണ്ട്, അത് എന്ത് വകുപ്പാണെന്ന് നമുക്ക് ആർക്കും മനസ്സിലാവുന്നു. ഇവിടെ പൈസ ഇല്ലായിരിക്കുന്ന സമയത്ത് സർക്കാർ ഈ മാധ്യമങ്ങൾക്ക് തന്നെ, പ്രൈവറ്റ് മാധ്യമങ്ങളാണ് ഇതൊക്കെ, മാതൃഭൂമി, മനോരമ, പിന്നെ എന്നൊക്കെ പറഞ്ഞ ഏഷ്യൻ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുത്തക കമ്പനികൾ, ഇവരുടെ ഈ സഖാക്കളുടെ ഭാഷയിൽ പറഞ്ഞാൽ കുത്തക കമ്പനികളുടെ പ്യുവറായിട്ട് ബിസിനസ്മെൻ നടത്തുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്. ഈ ഓർഗനൈസേഷൻ സർക്കാർ ഫണ്ട് എന്തിനാണ് കൊടുക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ പിടിയിട്ടില്ല. കാരണം അവരെല്ലാം അവർക്ക് ശമ്പളം വാങ്ങിക്കുന്നത് സർക്കാരിൽ നിന്നല്ല, അവർക്ക് ശമ്പളം കിട്ടുന്ന പ്രൈവറ്റാണ്. അവരുടെ ബോണസ് മറിച്ച് എല്ലാ കാര്യങ്ങളും അത് പ്രൈവറ്റ് ഓർഗനൈസേഷനാണ് കിട്ടുന്നത്. അപ്പോൾ എനിക്ക് നിങ്ങൾക്കൊക്കെ ഇത് അങ്ങനെയാണെങ്കിൽ ഇതിന് അർഹതയില്ലേ? ഇത് ഈ പത്രക്കാർക്ക് ധാരാളം കാശ് കൊടുക്കുന്നുണ്ട് സർക്കാർ. ഏത് വകുപ്പിലാണെന്ന് ആർക്കും അറിയത്തില്ല, എന്തായാലും കാശ് കൊടുക്കുന്നുണ്ട്. അപ്പം ഈ കാശ്, ഈ കിട്ടിയ കാശ് എന്താ ചെയ്യുന്നതെന്ന് ആരും നോക്കാറില്ല. അപ്പം അങ്ങനെ വന്നപ്പോൾ ആരോ ഒരാൾ പരാതി നൽകി. കാരണം ഡൽഹിയിലാണ് ഇതിൻ്റെ തുടക്കം. ഡൽഹിയിൽ നമ്മുടെ കുരുവംശം, പ്രശാന്ത് കുരുവംശം,
എന്നൊക്കെ പറഞ്ഞ പാർട്ടികൾ, അതായത് ഇതിനകത്ത് പ്രധാനമായിട്ട് ഈ സഖാക്കളും ജിഹാദികളുമാണ് ഇതിന്റെ ഈ ഓർഗനൈസേഷന്റെ തലപ്പത്ത് വരുന്ന എല്ലാ ആൾക്കാരും മിക്കവാറും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പൊ ഇവരാണ് ഈ കംപ്ലീറ്റ് ഫണ്ട് ഹാൻഡിൽ ചെയ്യുന്നത്. പൈസ വാങ്ങിക്കുക, ഇഷ്ടമുള്ള രീതിയിൽ ചെലവാക്കുക. അപ്പൊ അവിടെ ഒരു പരാതി ഉണ്ടായി ഡൽഹിയിൽ. അപ്പൊ സിദ്ദിഖ് കാപ്പൻ എന്ന് പറഞ്ഞ ആ ജിഹാദിയാണ് അവിടുത്തെ സെക്രട്ടറി. അത് ഏത് വകുപ്പിലാണെന്ന് അന്ന് ഞാൻ പറഞ്ഞവരെ അറിയില്ല. അയാൾ ഏത് പത്രത്തിലാണ് പറഞ്ഞത്, അവിടെ പത്രത്തിലൊന്നുമില്ല. കാരണം സാധനം ഓൺലൈനിൽ ഇപ്പൊ സാജൻസ് കറിയേക്കും അവർക്കൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതുണ്ടെന്ന്, മെമ്പർഷിപ്പ് ഉണ്ടെന്ന് ഈ കേരള യൂണിയൻ പറഞ്ഞത് അവർ കേട്ടിട്ടില്ല. കാരണം ഓൺലൈൻ മാധ്യമ പ്രവർത്തകരില്ല. അത് മാറ്റൊരു ഓൺലൈൻ ആയിട്ട് തേജസ് എന്നാണ്ട് പറഞ്ഞ് ഒരു ജിഹാദി ഓൺലൈൻ പരിപാടിയുടെ സാധനം അങ്ങനെയാണ് ഈ സിദ്ദിഖ് കാപ്പൻ എന്ന് പറഞ്ഞത്. അപ്പൊ അവനെ സെക്രട്ടറി ആക്കിയിട്ടാണ് അവിടെ കേരള യൂണിയൻ ജേർണലിസ്റ്റ്. അപ്പൊ ഞാൻ ഇനി ഡോക്യുമെന്റ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ഈ പരാതി വന്നതിന് ശേഷം 18/11/2019 ആദ്യമായി ഈ ഡയറക്ടർ, അതായത് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ്, കേരള ഗവൺമെന്റ് ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ അഭ്യാസങ്ങളെല്ലാം ഈ പൈസ കൊടുക്കും പരിപാടികളൊക്കെ നടക്കുന്നത്. അത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ കീഴിലാണ് ആവശ്യം. അപ്പൊ അവിടുന്ന് സെക്രട്ടറി അങ്ങോട്ട് UV ജോസ് IAS ഒരു കത്തയക്കുന്നു പ്രസ് ക്ലബ് തിരുവനന്തപുരം. സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ മീഡിയ മാനേജ്മെന്റ് ആൻഡ് ജേർണലിസ്റ്റ് ട്രെയിനിങ് സെന്റർ നായി സൂചന 1 പ്രകാരം താങ്കളുടെ പേരിൽ അനുവദിച്ച 24,099,000 അതായത് 25 ലക്ഷം രൂപയ്ക്ക് 1000 രൂപ കുറവ് രൂപയുടെ വിനിയോഗം സംബന്ധിച്ച ബില്ലുകൾ ചാർട്ടേഡ് അക്കൗണ്ട് പരിശോധിച്ച് ഓഡിറ്റ് ചെയ്തതായി കാണുന്നില്ല. വിനിയോഗ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കുമ്പോൾ ബില്ലുകൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് പരിശോധിച്ച് സാക്ഷ്യപ്പെടുത്തുന്നതും തുക വിനിയോഗം സംബന്ധിച്ച സെക്രട്ടറി സെക്രട്ടറി ഉൾപ്പെടുന്ന സാക്ഷ്യം കൂടി സാക്ഷ്യപത്രം കൂടി ലഭിക്കേണ്ടതാണെന്ന് ഇവർ അറിയുന്നു. അപ്പൊ ഇങ്ങനെ ഇതുവരെ പല പിന്നെ പ്രസ് ക്ലബുകൾക്കും ഇപ്പൊ തിരുവനന്തപുരത്തേക്ക് അയച്ചേക്കുന്ന അതുപോലെ ഡൽഹി സകല സ്ഥലത്തെ പ്രസ് ക്ലബുകൾക്കും ഇതുമാതിരി നോട്ടീസ് അയക്കുന്നു. കാരണം ഇവർക്കെല്ലാം 25 ലക്ഷം 50 ലക്ഷം 1 കോടി അങ്ങനെ പല എമൗണ്ട് ആയിട്ട് ഇങ്ങനെ പലർക്കായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതിനൊന്നും ഇതില്ല, യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റുകളൊന്നും അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഇവർ കൊടുക്കുന്നില്ല. അപ്പൊ അതിന് കൊടുക്കണമെന്ന് പറഞ്ഞ് പരാതികളുടെ അടിസ്ഥാനത്തിൽ അത് നടക്കുന്നു. അങ്ങനെ വന്നപ്പം 26 അത് അതിനുശേഷം വേറെ ഒന്നും സംഭവിക്കുന്നില്ല. 26/11/2019 ആയപ്പോ പ്രിൻസിപ്പൽ സെക്രട്ടറി, ഗവൺമെന്റിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി അനുപമ, പ്രിൻസിപ്പൽ സെക്രട്ടറി 26/11/2019 ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഒരു കത്തയക്കുന്നു. എന്നാണ് പറയുന്നത്, attention is invited to the references cited. Sri Koyambu Kunya journalist submitted a complaint to the government of India against the unallotment of land and utilization of MPLADS funds in the construction of club building in the allotted land in Wayanad district. This press club Wayanad is not registered as a society or a trust, but registered under the Indian Trade Unions Act. The Minister of Stats and Program, so-and-so Government of India, remarked that the construction of MPLADS funds of the head office of press workers union, which is registered under Indian Trade Union, is violation of the MPLADS funds. Action may be taken for recoupment of MPLADS funds. Appo government has thoroughly examined all aspects of the detail and decided to recoup the amount utilized for the construction of press club from the press club Wayanad. Hence I request you necessary steps to recoupment of MPLADS funds for the press club as per rules. But 2019 പ്രിൻസിപ്പൽ സെക്രട്ടറി ഡിസ്ട്രിക്ട് കളക്ടർക്ക് എഴുതുകയാണ്. കാരണം കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞു MPLADS, അതായത് വയനാട് MP-യുടെ ഫണ്ട് ഉപയോഗിച്ച് അവിടെ ഒരു കെട്ടിടം കെട്ടി. അപ്പൊ ഇവർ ട്രേഡ് യൂണിയൻ ആക്ട് അനുസരിച്ച് രജിസ്റ്റർ ചെയ്താണ്. അതുകൊണ്ട് MPLADS അനുസരിച്ച് ഇത് ക്രമവിരുദ്ധമാണ് ഇവർ ഇതിന് പൈസ കൊടുത്തത്. അതുകൊണ്ട് പൈസ തിരിച്ചെടുക്കണം, പൈസ തിരിച്ചു പിടിക്കണം എന്ന് ഡിസ്ട്രിക്ട് കളക്ടർക്ക് ഇന്നേ തീയതി വരെ ഈ സാധനം അടങ്ങിയിട്ടില്ല. അതിന് ഇങ്ങനെ അടുത്ത ലെറ്റർ കാണിക്കാം. 29/7/2020 ഇത് പിന്നെ കേരള ഇൻഫർമേഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഇൻചാർജ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് കേരള ഹൗസ് ന്യൂഡൽഹി. കേരള ഹൗസിലെ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഡൽഹിയിലെ കേരളത്തിന്റെ ഏർപ്പാട് അയാൾ അയച്ച കത്താണ് ആർക്ക്? ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡയറക്ടർക്ക് കേരളത്തിലെ തിരുവനന്തപുരത്തെ. സൂചനയിലേക്ക് സദയം ശ്രദ്ധ ക്ഷണിക്കുന്നു. KUWJ ഡൽഹി യൂണിറ്റിന്റെ വികസന ആവശ്യങ്ങൾക്ക് സർക്കാർ നൽകിയ വിനിയോഗം സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഡയറക്ടർ നിർദ്ദേശിച്ചതനുസരിച്ച് ഈ കാര്യത്തിലെ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ശ്രീ NP സന്തോഷ് സോ വകുപ്പ് ഡയറക്ടർ റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് ധനവിനിയോഗം സംബന്ധിച്ച വിശദാംശങ്ങൾ KUWJ ഡൽഹി ഹാജരാക്കിയിരുന്നില്ല.
2020 ജൂൺ 30 ഇത് സംബന്ധിച്ച് കത്തും രേഖകളും ഈ കാര്യാലയത്തിൽ സ്വീകരിച്ചിട്ടുള്ളതാണ്. COVID-19 വ്യാപനം മൂലമുണ്ടായ ലോക്ക്ഡൌണിൽ ഡൽഹിയിൽ ഏർപ്പെടുത്തിയ കർശന നിയന്ത്രണങ്ങളും റിപ്പോർട്ട് വൈകിയതിന് കാരണമായതായി KUWJ ഡൽഹി യൂണിറ്റ് സെക്രട്ടറി ശ്രീ സിദ്ദിഖ് കാപ്പൻ അറിയിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് KWJ ഡൽഹിയിലെ രേഖകൾ ചൂടചേർക്കുന്നു. എന്നിട്ട് അതിനകത്ത് അവർ 3-4 രേഖകൾ ഹാജരാക്കി. അക്കൗണ്ട്, എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ്, ചെലവ് വിവരങ്ങളുടെ പട്ടിക, അങ്ങനെ 4 ഡോക്യുമെന്റ് ആയിരുന്നു. അതിനുശേഷം ആ 4 ഡോക്യുമെന്റുകളും പരിശോധിച്ചതിന് ശേഷമുള്ള റിപ്പോർട്ടാണിത്. സർക്കാർ ഉത്തരവുകൾ സോവാൻസോ 31/2012 പ്രകാരം KUWJ ഡൽഹി ഘടകത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കാണ് 25 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. സോവാൻസോ ഹെഡിൽ നിന്നാണ് തുക അനുവദിച്ചിട്ടുള്ളത്. ഇനിയാണ് കേൾക്കേണ്ടത്. മുതിർന്ന മാധ്യമപ്രവർത്തകരുടെയും KUWJ ഡൽഹി അംഗങ്ങളുടെയും യാത്രയയപ്പ്, മാധ്യമപ്രവർത്തകരുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, വെൽഫെയർ പെൻഷൻ പദ്ധതി, മാധ്യമപ്രവർത്തകർക്കുള്ള ദുരിതാശ്വാസം, കുടുംബമേള, അതായത് വെള്ളവടി, കുടുംബമേള, സ്പോർട്സ്, സെമിനാർ, മാധ്യമ സംവാദം, അതായത് ഈ കേന്ദ്ര ഗവൺമെന്റിന് എതിരായിട്ടുള്ള എല്ലാ ജിഹാദികളെല്ലാം കൂടെ കൂടിച്ചേർന്നിട്ടുള്ള മാധ്യമ സംവാദം, അതാണ് ഈ മാധ്യമ സംവാദം, മീറ്റ് ദ പ്രസ്, സിനിമാ പ്രദർശനം തുടങ്ങിയ ക്ഷേമ പ്രവർത്തനങ്ങൾ, ബോധവൽക്കരണം, അക്കാദമിക പ്രവർത്തനങ്ങൾ എന്നീ ആവശ്യങ്ങൾക്ക് തുക വിനിയോഗിച്ചിട്ടുള്ളതാണ് ചെലവ് വിവരങ്ങളുടെ പട്ടികയിലും KWJ ഡൽഹി സെക്രട്ടറിയുടെ കത്തിലും പരാമർശിച്ചുള്ളത്. അതായത് ഇത് അനുവദിച്ചിരിക്കുന്നത് വികസന പ്രവർത്തനങ്ങൾക്കാണ്, തുക ഉപയോഗിച്ചിരിക്കുന്നത് നേരത്തെ പറഞ്ഞ അഭ്യാസങ്ങൾക്കാണ്. എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഡിമാൻഡ് ഡ്രാഫ്റ്റ് KWJ ഡൽഹി ഘടകത്തിന്റെ സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടുള്ളതായി കാണുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് സമർപ്പിക്കുകയില്ല. ഈ തുക സ്ഥിര നിക്ഷേപമായി 29/11/2012 നിക്ഷേപിക്കുകയും അതിന്റെ പലിശയും മുതലും തുടർ വർഷങ്ങളിലും സ്ഥിര നിക്ഷേപമായി നിക്ഷേപിക്കുകയും സംഘടനയുടെ വിവിധ പ്രവർത്തനം ഉപയോഗിക്കുകയും ബാക്കി തുക ബാങ്കിൽ തന്നെ നിശ്ചയിച്ചതായും എക്സ്പെൻഡിച്ചർ സ്റ്റേറ്റ്മെന്റ് കാണുന്നു. ധനവിനിയോഗ സർട്ടിഫിക്കറ്റ്, വിവിധ ബില്ലുകളുടെയും വൗച്ചറുകളുടെയും പകർപ്പുകൾ, തുക ക്രെഡിറ്റ് ചെയ്ത വർഷം മുതലുള്ള ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, വകുപ്പിൽ സമർപ്പിച്ച പ്രപ്പോസൽ എന്നിവ ലഭ്യമാക്കിയിട്ടില്ല. ഏതെല്ലാം വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ ഫണ്ട് ഉപയോഗിക്കണമെന്ന് സംബന്ധിച്ച് മാർഗനിർദ്ദേശം സമർപ്പിക്കാൻ മാധ്യമപ്രവർത്തകരുടെ 3-അംഗ സമിതി രൂപീകരിച്ചതായും ഈ സമിതി സംബന്ധിച്ച് നൽകിയ ശുപാർശ ജനറൽ ബോഡി അംഗീകരിച്ചതായും പറഞ്ഞു. എന്നാൽ ഇത് സംബന്ധിച്ച രേഖകൾ സമർപ്പിച്ചിട്ടില്ല. നിലവിൽ 22 ലക്ഷത്തി രൂപ ഫെഡറൽ ബാങ്കിന്റെ കൊണാട്ട് പ്ലേസിലെ ബ്രാഞ്ചിൽ സ്ഥിര നിക്ഷേപം നടത്തിയിട്ടുള്ളതായി ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വികസന പ്രവർത്തനങ്ങൾക്ക് സർക്കാർ അനുവദിച്ച ഫണ്ട് 2012-2020 വരെയുള്ള കാലയളവിൽ സ്ഥിര നിക്ഷേപമാക്കിയതായും പലിശ വരുമാനം ഉണ്ടാക്കിയതായും ക്ഷേമപ്രദം ഉപയോഗിച്ച രേഖകൾ കാണുന്നു. ആയതിനാൽ ഇത് സംബന്ധിച്ച് സർക്കാർ ഇതിൽ വിശദമായ ഓഡിറ്റ് നടത്തുന്നതിനും ഉചിതമായ നടപടി സ്വീകരിക്കുന്നതിനും റിപ്പോർട്ട് ഒന്നും ഉണ്ടായില്ല, ഒരു ചുക്ക് സംഭവിച്ചില്ല. അപ്പോഴത്തേക്ക് അടുത്ത ലെറ്റർ 29/5/2020 അതിനകത്ത് സൂചനയിലേക്ക്, ഇത് ഡെപ്യൂട്ടി ഡയറക്ടർ അയച്ചു കൊടുക്കുന്നതാണ്. സൂചനയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നു. കേരള പത്രപ്രവർത്തക യൂണിയൻ ഡൽഹി യൂണിയൻ സർക്കാർ അനുവദിച്ച ധനസഹായ വിനിയോഗം സംബന്ധിച്ച പരാതി അന്വേഷണത്തെ കുറിച്ച് ഇതുള്ള വിഷയങ്ങൾ തുടർന്ന് ചേർക്കുന്നു. അതിനകത്ത് വായിക്കട്ടെ, ഒറ്റ പേജ് ഇടും, ഇൻട്രസ്റ്റിംഗ് ആണ്. കേരള പത്രപ്രവർത്തക യൂണിയൻ KUWJ ഡൽഹി ഘടകത്തിന് സർക്കാർ അനുവദിച്ച 25 ലക്ഷം രൂപയുടെ വിനിയോഗം സംബന്ധിച്ച പരാതി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിന് ന്യൂഡൽഹി കേരള ഹൗസ് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറെ ചുമതലപ്പെടുത്തിയിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഈ കാര്യത്തിൽ ലഭ്യമായ ബന്ധപ്പെട്ട കത്തുകൾ പരിശോധിച്ചതിന്റെയും ഡയറക്ടറേറ്റിൽ നിന്നും വിവരങ്ങൾ ആരാഞ്ഞതിന്റെയും പശ്ചാത്തലത്തിൽ ഈ കാര്യാലയത്തിൽ നിന്നും KUWJ ഡൽഹി നടത്തുന്ന ധനവിനിയോഗം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ടു. സോൻസോ നമ്പർ കത്ത് നൽകിയിരുന്നു. ഇക്കാലയളവിൽ KWJ ഡൽഹി ഘടകത്തിന്റെ പ്രസിഡന്റ്, സെക്രട്ടറി ഉൾപ്പെടെ ഭാരവാഹികൾ ഇല്ലായിരുന്നതിനാൽ ട്രഷററാണ് കത്ത് കൈപ്പറ്റിയത്. എന്നാൽ ഫണ്ട് വിനിയോഗം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമാക്കിയുണ്ടായില്ല. KUWJക്ക് ഡൽഹിയിൽ മറ്റ് ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ ഇക്കാലയളവിൽ ഇല്ലാത്തതിനാൽ തുടർ നടപടികൾ മുന്നോട്ട് പോവുകയും ഉണ്ടായില്ല. KUWJ തെരഞ്ഞെടുപ്പിന് ശേഷം 6/12/2013 പുതുതായി ചുമതലയുടെ ഭാരവാഹികളുമായി നേരിട്ട് സംസാരിക്കുകയും ഡയറക്ടറിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അറിയിക്കുകയും ചെയ്തു. അതിന് പ്രകാരം 10/12/2019 KUWJ ഡൽഹി യൂണിറ്റ് സെക്രട്ടറിക്ക് രജിസ്റ്റേർഡ് കത്ത് നൽകിയിരുന്നു. ആ സ്ഥലത്തില്ലാത്തതിനാൽ മടങ്ങിയ കത്ത് 3/1/2020 ഓഫീസിൽ നിന്ന് നേരിട്ട് കൈപ്പറ്റി. ഇതിന് മറുപടിയായി
15/2 നൽകിയ കത്ത് KWJ ഡൽഹിയുണ്ട് സർക്കാർ ധനസഹായം അനുവദിച്ചത് വിവിധ വികസന പ്രവർത്തനങ്ങൾക്കാണെന്നും ഫണ്ടിന്റെ വിനിയോഗ സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്ന മുറയ്ക്ക് സമർപ്പിക്കാമെന്നും അറിയിച്ചിരുന്നു. അതോടൊപ്പം ആവശ്യപ്പെട്ട വിശദീകരണത്തോടൊപ്പം അടിയന്തരമായി വിനിയോഗ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. കണക്കുകൾ ചാർട്ടേഡ് അക്കൗണ്ടിന് തയ്യാറാക്കിയാണെന്നും 2013 മുതൽ ധനസഹായം വിവിധ രീതിയിൽ വിനിയോഗിച്ചതിന്റെ കണക്കുകൾ സമഗ്രമായി തയ്യാറാക്കുന്നതിനാൽ ഉണ്ടാകുന്ന കാലതാമസം കണക്കിലെടുത്ത് മാർച്ച് അവസാനം വരെ സമയം എടുക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. ലോക്ക്ഡൌണിൽ ഇല്ലാതനുവദിച്ച് മാർച്ച് 18 വീണ്ടും കത്ത് നൽകി. മാർച്ച് 21-നകം നേരിട്ടോ രജിസ്ട്രേഡ് തപാലിലോ വിനിയോഗ സർട്ടിഫിക്കറ്റ് ഓഫീസിൽ ഹാജരാക്കുന്ന നിർദ്ദേശം നൽകിയെങ്കിലും ഈ കത്ത് തീയതി വരെ വിനിയോഗ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടില്ല. പല പ്രാവശ്യമായി സമയം നീട്ടി ചോദിക്കുന്നതല്ലാതെ വിനിയോഗ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നതിൽ ആശാവഹമായ നടപടി KUWJയുടെ ഭാഗത്തൊന്നും ഉണ്ടായിട്ടില്ല. KUWJക്ക് ആവശ്യത്തിന് സമയം അനുവദിച്ച വിനിയോഗ സർട്ടിഫിക്കറ്റ് നൽകാതെ തികഞ്ഞ അലംഭാവം പുലർത്തുകയാണ്. KUWJക്ക് സർക്കാർ നൽകിയ ധനസഹായത്തിനായി സമർപ്പിക്കട്ട പ്രപ്പോസലിന്റെ പകർപ്പോ ബജറ്റിൽ വകുപ്പ് 20 ലക്ഷം രൂപ അനുവദിച്ചതിന് മുന്നോടിയായ വിവിധ വകുപ്പുകളുടെ കമ്പോണന്റ് സഹിതമുള്ള റിവൈസ്ഡ് പ്രപ്പോസലിന്റെ പകർപ്പോ ഓഫീസിൽ ലഭ്യമല്ലാത്തതിനാൽ മറ്റു രീതിയിലുള്ള അന്വേഷണം ഈ ഓഫീസ് മുഖേന സാധ്യമല്ല. ഈ സാഹചര്യത്തിൽ KWJയുടെ ഭാഗത്തുനിന്നും നടപടികൾ വിലയിരുത്തി ഉചിതമായ മറ്റു നിയമ നടപടികൾ സ്വീകരിക്കാമെന്ന് അറിയിക്കുന്നു. ഈ ഓഫീസ് മുഖേന ഇതുവരെ നടത്തിയ കത്തുകൾ അറിയിക്കും. അത് 29/5/2020. ഇനി 21/8/2020 അടുത്ത കത്ത്. അത് ഇൻഫർമേഷൻ റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് നമ്മുടെ സുഹൃത്തിന് നൽകിയ മറുപടിയാണ്. ധനവിനിയോഗ, അതായത് ഇത് ചോദ്യം ധനവിനിയോഗ ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിട്ടുണ്ടോ? ഇതിന് ശേഷം ധനവിനിയോഗ സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടില്ല. ധനവിനിയോഗം സംബന്ധിച്ച് ചാർട്ടേഡ് അക്കൗണ്ട് തയ്യാറാക്കി വിവരപ്പട്ടിക ഈ ഓഫീസിൽ ലഭിച്ചിട്ടുണ്ട്. അത് അസൽ തുറന്നു നൽകിയ വകുപ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതാണ് അത് മറുപടി. അപ്പൊ അപ്പോഴും ഒന്നും ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് 22/12/2020 അത് ഈ പറഞ്ഞ മാതിരി റൈറ്റ് ടു ഇൻഫർമേഷൻ സൂചനയിലേക്ക് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അത് ഈ പറഞ്ഞ മാതിരി ഡയറക്ടർ പബ്ലിക് ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് ഡയറക്ടർ തരുന്ന ഇതാണ്. സൂചനയിലേക്ക് താങ്കൾ, അതായത് എന്റെ വിഷയം എന്ന് വെച്ചാൽ കേരള പത്രപ്രവർത്തകനും ഡൽഹി കടത്തിനും വിവിധ പ്രസ് ക്ലബ്ബുകൾക്കും അനുവദിച്ച സർക്കാർ ധനസഹായം ദുരുപയോഗം ചെയ്തെന്ന ആരോപണം അന്വേഷണം വൈകിപ്പിക്കുന്നു എന്ന പരാതി സംബന്ധിച്ചുള്ള മറുപടിയാണ്. സൂചനയിലേക്ക് താങ്കളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. പ്രസ് ക്ലബ്ബുകൾക്ക് വിവിധ ആവശ്യങ്ങൾക്കായി അനുവദിച്ച സർക്കാർ ധനസഹായത്തിന് വിനിയോഗം പരിശോധിക്കുന്നതിനായി വകുപ്പ് തലത്തിൽ രൂപീകരിച്ച ഇൻസ്പെക്ഷൻ ബാർ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം 2011-12 മുതൽ 2018-19 വരെ, അപ്പൊ 7 വർഷമാണ് ലക്ഷക്കണക്കിന് രൂപ അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയിട്ട് യൂട്ടിലൈസേഷൻ എങ്ങനെ ഉപയോഗിച്ചു എന്ന് നിരന്തരം സർക്കാരുകൾ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടും ഇത് കൊടുക്കാതിരിക്കുന്നു. 2011-12 മുതൽ 2018-19 വരെ സർക്കാർ ധനസഹായം ലഭ്യമായിട്ടുള്ള പ്രസ് ക്ലബ്ബുകളിൽ നിന്നും വിനിയോഗ വിവരങ്ങൾ വിശദമായി പരിശോധിച്ചു വരുന്നു. കേരള പത്രപ്രവർത്തക യൂണിയന്റെ ഡൽഹി കടത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി 2012-13 അനുവദിച്ച 25 ലക്ഷം രൂപയുടെ വിനിയോഗ വിവരങ്ങൾ പരിശോധന അടിസ്ഥാനത്തിൽ പ്രസ്തുത കണക്ക് ധനകാര്യ ഇൻസ്പെക്ഷൻ വകുപ്പിനെ പരിശോധന വിധേയമാക്കുവാൻ തീരുമാനിക്കുകയും അതനുസരിച്ച് തുടർ നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. തൃശൂർ, കണ്ണൂർ പ്രസ് ക്ലബ്ബുകൾക്ക് അനുവദിച്ച ധനസഹായത്തിന് വിനിയോഗ വിവരങ്ങൾ കമ്മിറ്റി പരിശോധന അടിസ്ഥാനത്തിൽ ചെലവ് ക്രമീകരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. മലപ്പുറം, കൊല്ലം, ന്യൂഡൽഹി പ്രസ് ക്ലബ്ബ് ഓഫ് ഇന്ത്യ, കോട്ടയം, കോഴിക്കോട് പ്രസ് ക്ലബ്ബുകൾക്ക് അനുവദിച്ച ധനസഹായത്തിന് വിനിയോഗം സംബന്ധിച്ച അധികരേഖകളും പ്രസ് ക്ലബിന് 2012-13 ധനസഹായത്തിന് വിനിയോഗങ്ങൾ ലഭ്യമാക്കുവാൻ കമ്മിറ്റി ശുപാർശ നടപടി സ്വീകരിച്ചു വരുന്നു. തിരുവനന്തപുരം കേസരി മെമ്മോറിയൽ ജനറൽ ട്രസ്റ്റിന് 2012-13 അനുവദിച്ച ധനസഹായത്തിന് വിനിയോഗം സംബന്ധിച്ച് ട്രസ്റ്റ് പ്രസിഡന്റ് ലഭ്യമായ റിപ്പോർട്ട് പരിശോധന അടിസ്ഥാനത്തിൽ തുക പൂർണ്ണമായി വിനിയോഗിക്കുന്ന 6 മാസം കൂടി അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മെമ്മോറിയൽ ട്രസ്റ്റിന് 2012-13 അനുവദിച്ച തുക പദ്ധതി പൂർത്തീകരിച്ച് വിനിയോഗ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ നിലവിൽ 31/3/2 വരെ അനുവദിച്ചു. മേൽ വിശദീകരിച്ച പ്രകാരം 2011-12 മുതൽ 2018-19 വരെ വിവിധ ആവശ്യങ്ങൾക്കായി പ്രസ് ക്ലബ്ബുകൾക്ക് അനുവദിച്ച സർക്കാർ വിനിയോഗങ്ങൾ ലഭ്യമാക്കി പരിശോധിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ആവശ്യമായ തുടർ നടപടികളെയും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ തുടർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് വെറുതെ വാക്കാലേ ഉള്ളൂ, എഴുതി വെറുതെ പറയുന്നേ ഉള്ളൂ. പക്ഷെ ഒന്നും നടന്നില്ല, ഒന്നും ചെയ്തില്ല. അപ്പോൾ നമ്മുടെ സുഹൃത്ത് പ്രിൻസിപ്പൽ CAG-ക്ക് ഒരു റൈറ്റ് ഇൻഫർമേഷൻ ആക്ട് അനുസരിച്ച് ഒരു വിവരം ചോദിച്ചു. CAG-ക്ക് എന്താണ് ഇതിന്റെ കാരണം ഇത് സർക്കാർ ഫണ്ടാണല്ലോ. അപ്പൊ സർക്കാർ ഫണ്ട് യൂട്ടിലൈസ് ചെയ്യുമ്പം അതിന്റെ കൃത്യമായ CAG-യും പരിശോധിക്കും. അപ്പൊ CAG-യുടെ വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ചോദ്യം ഇതാണ്. വാട്ട് ഈസ് ദ സ്റ്റാറ്റസ് ഓഫ് ദ കംപ്ലൈന്റ് അറ്റ് AG Kerala Audit 1 Secretariat Complaint Registration number 30 of 2021 dated 27/11/20 regarding inordinate delay on the part of the Department of Information and Public Relations, Government of Kerala, in taking legal steps
for recovery of government funds misappropriated by the press clubs in Kerala. And the reply, the complaint was verified during the audit of the department January 2021. Any audit verification conducted on the above mentioned complaint? Yes. Any audit report issued on the above mentioned complaint? If yes, provide a copy of the audit report. Yes, extract is attached. I extract. Delay bar non-submission of utilization certificates for 2.55 crores, 2.5 crore pertaining to government fund distributed to press clubs. Department of Information and Public Relations, Government of Kerala, had constituted an inspection monitoring committee by orders number so and so dated 19/11/2018 to investigate the complaints regarding misappropriation of government funds allotted to various press clubs for development projects. There are a total number of 14 press clubs as intimated. As per rules, the certificate of the chartered accountants, work completion certificate is to be submitted as to whether the works are in accordance with specifications, provisions, etc. As per records furnished to audit, the utilization certificates pertaining government funds allotted to the following purpose is still pending receipt as on date. അതായത് അതുവരെ കൊടുത്തില്ല. അതിൻ്റെ എല്ലാ പ്രശ്നവും 14 എണ്ണമുണ്ട്. 14 എണ്ണത്തിൻ്റെയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. As per the minute of the meeting, ഏതൊക്കെ എത്രയൊക്കെ എമൗണ്ട് ആണ്, എത്രയൊക്കെ മിസ്അപ്രോപ്രിയേഷൻ ആണ് സംശയമുള്ളത്, ആ മിസ്അപ്രോപ്രിയേഷനിൽ എത്രയൊക്കെ ഏതൊക്കെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഫർണിഷ് ചെയ്തിട്ടില്ല, അതിന്റെ കുഴപ്പങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നോരോന്നോടെ കൃത്യമായി 5 ലക്ഷം, 25 ലക്ഷം, 15 ലക്ഷം, 25 ലക്ഷം എല്ലാം കൂടെ 2.5 കോടിക്ക് മേളിലുണ്ട്. അതിന്റെ ബാക്കി ആ റിപ്പോർട്ടിന്റെ ബാക്കി As per the minutes of the meeting of the Inspection and Monitoring Committee of IRPD dated 9/9/2010, an amount of 25 lakhs allotted to the development projects in Kerala Union of Working Journalists White so and so dated was utilized for the purpose other than those mentioned in the guidelines. Utilized for other than, അതായത് ആവശ്യത്തിനല്ലാത്ത കൊടുത്ത ആവശ്യത്തിനല്ലാതാണ് യൂട്ടിലൈസ് ചെയ്തിരിക്കുന്നത്. The above fund was deposited as a fixed deposit and its principal interest was utilized for farewells of leading media professionals, health insurance meet the press, film exhibition, Kudumba Mela, sports center. ഞാൻ നേരത്തെ വായിച്ചത്. Expending government funds for the purposes other than those mentioned in guidelines is against financial propriety and is brought to notice for remarks. Slow or non-processing of complaints by Inspection and Monitoring Committee IRPD is brought to notice for remarks. Immediate steps may be initiated to speed up the process of recouping the amount allotted and taking legal actions against office bearers of the press club at the earliest if the recoupment is not taken place. Reply was not furnished by the institution. ഇതാണ് CAGയുടെ റിപ്പോർട്ട്. ഒരൊറ്റ ഇതുകൊണ്ട് അതോടെ വായിച്ചു നിർത്താം. അതിനകത്ത് പറയുന്നത് നമ്മുടെ ഇതൊരു ഫയൽ, മറ്റേ ഈ IRD ഡിപ്പാർട്ട്മെന്റിലെ ഫയലിന്റെ ഒരു ഭാഗമാണ്. പ്രസ് ചർച്ച ചെയ്തു. പ്രസ് ക്ലബ്ബുകൾക്ക് അനുവദിക്കുന്ന സർക്കാർ ധനസഹായത്തിന് വിനിയോഗം പരിശോധിക്കുന്നതിന് രൂപീകരിച്ച കമ്മിറ്റിയുടെ 13/2000 യോഗത്തിൽ തീരുമാനം അംഗീകരിക്കുകയും അതനുസരിച്ച് തുടർന്ന് മറ്റൊരു ഫയലിൽ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. നോട്ട് ഒന്ന് ശ്രദ്ധിച്ചാലും പ്രസ് ക്ലബ്ബുകൾക്ക് അനുവദിച്ച തുകയുടെ വിനിയോഗം സംബന്ധിച്ച് ചെലവ് കണക്കുകളും യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കാൻ വകുപ്പ് സ്വീകരിച്ച നടപടി റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ഫണ്ട് ദുരുപയോഗമോ മറ്റ് ക്രമക്കേടോ നടന്നിട്ടൊന്നും പരിശോധിച്ചായി വ്യക്തമാക്കിയിട്ടില്ലാത്തതിനാൽ ഇക്കാര്യത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമുണ്ടെന്ന് ബഹുമാനപ്പെട്ട ഡയറക്ടർ അഭിപ്രായമാണ് ആരാഞ്ഞിരിക്കുന്നത്. സർക്കാർ ഫണ്ട് ദുർവിനിയോഗം ചെയ്തതായി പരാതിപ്പെട്ടിരിക്കുന്നതിനാൽ വിജിലൻസിനെ കൊണ്ട് അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് ADGP ശുപാർശ ചെയ്തിരിക്കുന്നത് കണ്ടാലും എങ്ങനെയുണ്ട്? ഇത് 8/8/2020 5/8/2020 സോറി 5/8/2020. അപ്പം വിജിലൻസ് ADGP പറയുന്നു ഇത് അല്ല, CAG പറയുന്നു ഇത് വളരെ സീരിയസ് ആണ്. സർക്കാർ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും പറഞ്ഞത് എല്ലാം വളരെ സീരിയസ് ആണ്. കാരണം ഇത് വെള്ളമടിക്കാനോ ഉപയോഗിച്ചേക്കുന്നത്, ബാക്കി പരിപാടിക്കാം കംപ്ലീറ്റ് ഏർപ്പാടാണ്. അതായത് ഇപ്പൊ സിദ്ദിഖാബിന്റെ കേസ് നടത്തണം, ജിഹാദിയുടെ കേസ് നടത്തണം, വെള്ളം അടിക്കണം, അങ്ങനെ ഒരുപാട് ഏർപ്പാടുകളുണ്ട്. ഇതിനു വേണ്ടിയാണ് സർക്കാർ ഫണ്ട് ഉപയോഗിച്ചേക്കുന്നത്. പ്രസ് ക്ലബ്ബ് കെട്ടാനും പ്രസ് ക്ലബിന്റെ വികസനത്തിനുമായി എന്ത് വകുപ്പിലാണ് അങ്ങനെ കൊടുക്കുന്നത് പോലും ആർക്കും അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ മീഡിയയുടെ സിറ്റുവേഷൻ. അപ്പൊ ഇതാണ് സിറ്റുവേഷൻ. അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, സീരിയസ് ആയിട്ടുള്ള മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ഗവൺമെന്റ് ഫണ്ട് സെക്ഷൻ 406, 407 ഒക്കെ വരും, 405 എല്ലാം വരും.
അത് 3-4 ലക്ഷം അകത്ത് കിടക്കുന്ന ഏർപ്പാടാണ്. ഇനി പൈസ തിരിച്ചുകൊണ്ടിട്ടാലും കാര്യമില്ല. മിസ്അപ്രോപ്രിയേഷൻ ഈസ് മിസ്അപ്രോപ്രിയേഷൻ. ഒരു തവണ ചെയ്ത് കഴിഞ്ഞാൽ അത് പൈസ തിരിച്ചടച്ചാൽ പോലും കുറ്റമാണ്. അപ്പൊ വിജിലൻസ് എൻക്വയറി വന്നാൽ മിസ്അപ്രോപ്രിയേഷൻ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഈ തലപ്പത്തിരിക്കുന്നവന്മാരെല്ലാം കൊടുക്കും. അത് മിക്കവാറും സഹാക്കളും ജിഹാദികളുമാണ്. ഇവരെല്ലാം കൊടുക്കും. സിദ്ദിഖാപ്പൻ, രഘുവംശം, ഗുരുവംശം, മറ്റേതാ മറിച്ചതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാം ഈ സഹാക്കളാണ്. അപ്പൊ ഇതാണ് പിണറായി സർക്കാരിന്റെ പിടിവള്ളി. ഇതിനിടയ്ക്ക് വേറെ വലിയ രസമുണ്ടായി. ഇത് ഈ ഡൽഹി വിഷയം ചർച്ച ചെയ്ത് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. ഒരു ലീഗൽ ലിറ്ററസി കൗൺസിൽ എന്ന് പറഞ്ഞ് പെറ്റീഷണറായിട്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് വന്നു. ഹൈക്കോടതിയിൽ കേസ് വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റി? അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആരെ ഞാൻ ഓർക്കുന്നില്ല, ഇതിനകത്ത് ആ ജഡ്ജി എൻ്റെ ആ ഒറിജിനൽ ജഡ്ജ്മെന്റ് വന്നിട്ടില്ല. ആ സ്റ്റേറ്റ് ഗവൺമെന്റ് സർക്കാർ, സംസ്ഥാന സർക്കാരിന്റെ പ്രഷറോടുകൂടി ഇത് ഡൽഹിയിൽ അനുവദിച്ച പൈസയാണ്. ഡൽഹി പ്രസ് ക്ലബിന് കൊടുത്ത പൈസയാണ്. അതുകൊണ്ട് കേരള ഹൈക്കോടതിക്ക് ഇതിനകത്ത് ജൂറിസ്ഡിക്ഷൻ ഇല്ല എന്നൊരു വിചിത്രമായ വാദം സംസ്ഥാന സർക്കാരും കൂടെ തള്ളുന്നു ഇതിന്റെ കൂടെ. അതായത് പ്രതികളായിട്ടുള്ള കൊടുത്തിരിക്കുന്ന കേരള KUWJ ആണ് ഒന്നാം പ്രതി. രണ്ടാമത് തോമസ് ഡൊമിനിക്, പ്രസിഡന്റ് KUWJ ന്യൂഡൽഹി, മലയാള മനോരമയുടെ ആളാണ്. പിന്നെ PK മണികണ്ഠൻ രണ്ടാം പ്രതി, സെക്രട്ടറി KUWJ മാതൃഭൂമിയുടെ ആളാണ്. അത് കഴിഞ്ഞ് പ്രസൂൺ S കണ്ടത്ത്, അദ്ദേഹം ട്രഷററാണ്, കേരള ഗവൺമെന്റ് ആളാണ്. അതായത് അന്നത്തെ ഭാരവാഹികൾ. അപ്പൊ അവരെ പ്രതിയായിക്കൊണ്ടാണ് ഹൈക്കോടതി 2018 കേസ് കൊടുത്തത്. അന്ന് ഈ പ്രതികളുടെ കൂടെ സർക്കാരും കൂടെ ഉന്തും തള്ളും നടത്തി. ഇത് കേരള ഹൈക്കോടതിക്ക് ജൂറിസ്ഡിക്ഷൻ ഇല്ല, ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല, കാരണം ഡൽഹിയിൽ നടന്നൊരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് എടുത്തു തള്ളി. പക്ഷെ അവര് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തു. റിവ്യൂ പെറ്റീഷൻ വന്നത് ജസ്റ്റിസ് PR രാമേന്ദ്ര മേനോനും ജസ്റ്റിസ് ദാമശേഷാദ്രി നായിഡുടെയും കോടതിയിലാണ്. അപ്പൊ അവര് നോക്കിയപ്പോ ഇതെങ്ങനെ അങ്ങനെ തള്ളും? കാരണം ഫണ്ട് അലോട്ട് ചെയ്തിരിക്കുന്ന കേരള ഗവൺമെന്റ് കേരളത്തിൽ നിന്നാണ്. ഇപ്പൊ കേരളത്തിലെ ഫണ്ട് അലോട്ട്മെന്റ്, കേരള സർക്കാരിന്റെ ഫണ്ട് മലയാളി പത്രക്കാർക്ക് ഡൽഹിയിലൊരു കെട്ടിടം പണിയാനും മറ്റുമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് മിസ്യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെ കേസ് കൊടുക്കണ്ടേ? കേരളത്തിൽ നമ്മൾ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. അത് കണ്ടുകൊണ്ട് അത് ആദ്യത്തെ ജഡ്ജ്മെന്റ്, തള്ളി ജഡ്ജ്മെന്റ് റിവ്യൂ ചെയ്ത് അത് വീണ്ടും ഫയൽ ചെയ്യിച്ച് റിട്ട് പെറ്റീഷൻ നമ്പർ 6695/2018 നിലവിലുണ്ട്. അപ്പൊ ഇത് കൂടാതെ ഇപ്പൊ ഞാൻ ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ ഉടനെ, ഇപ്പൊ ഓഫീസിലൊന്നും ആരുമില്ല, ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ ഉടനെ ഞാനും കോടതിയിൽ പോകുന്നുണ്ട്. ഇത് ഒരു നടക്കി പോകാനൊന്നും ആരും വിചാരിക്കണ്ട. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ്, മാമാ മച്ചൻ കളി വേണ്ട. ഇവിടെ ഇവന്മാർക്ക് ഈ പൈസ കൊടുക്കുന്നതിന് എന്തിനാണെന്ന് ആർക്കും അറിയില്ല. ഒരു അബ്സല്യൂട്ട് ഇല്ലീഗലായിട്ടുള്ള പരിപാടിയാണ് ഇപ്പൊ ഈ മാമാ മാധ്യമക്കാർക്ക് പൈസ കൊടുക്കുക. അതായത് പൈസ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഭരിക്കുന്ന സർക്കാരിനെ അനുകൂലിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ഇതിൽ കൂടുതൽ പെയ്ഡ് മാധ്യമ പ്രവർത്തനം, പെയ്ഡ് ജേർണലിസം, ഇതാണ് എക്സാക്ട്ലി പെയ്ഡ് ജേർണലിസം. അതായത് സർക്കാരിന്റെ പുകഴ്ത്തി പാടാനായി സർക്കാർ കാശ് കൊടുക്കുന്നു. ഈ ഞാൻ നേരത്തെ പറഞ്ഞതെല്ലാം പ്രൈവറ്റ് ഏർപ്പാടുകളാണ്, പ്രൈവറ്റ് ജേർണലിസ്റ്റുകളാണ്. മനോരമ, മാതൃഭൂമി, 24/7 മറ്റേത് മറിച്ച് എന്നൊക്കെ പറഞ്ഞ മാങ്ങാത്തുള്ളി എന്നൊക്കെ പറഞ്ഞ ഈ തേർഡ് റേറ്റ് സാധനങ്ങളെല്ലാം പ്രൈവറ്റ് സ്ഥാപനങ്ങളാണ്. അതിനകത്തിരിക്കുന്ന ഈ സർക്കാർ കാശ് കൊടുക്കേണ്ട കാര്യം എന്താ? അതെനിക്ക് മനസ്സിലാകാത്തത്. അപ്പൊ ആ കൊടുത്ത കാശും പുട്ടടിച്ചിരിക്കുന്നു. എന്നിട്ട് ആരും ഒന്നും മിണ്ടത്തില്ല. CAG പറയുന്നു യു ടേക്ക് ആക്ഷൻ. CAG പറഞ്ഞു ആക്ഷൻ എടുക്കുക, ഇത് സീരിയസ് ഇഷ്യൂ ആണ്, ഇത് മിസ്യൂട്ടിലൈസേഷൻ ആണ്, ഇത് ഫിനാൻഷ്യൽ പ്രൊപ്പറൈറ്റിക്ക് അഗേൻസ്റ്റ് ആണ്, യു ടേക്ക് ആക്ഷൻ. പക്ഷെ എടുക്കില്ല. വിജിലൻസ് IDGP പറഞ്ഞു വിജിലൻസ് കേസ് വേണം, ഇമ്മീഡിയറ്റ് എൻക്വയറി നടത്തണം, സീരിയസ് മാറ്റർ ആണ്, ചെയ്യില്ല. അപ്പോ മുട്ടിൽ നിൽക്കാൻ സഖാവ് പറഞ്ഞപ്പോ മുട്ടിലെഴഞ്ഞ് ശയനപ്രതിഷ്ഠ നടത്തിയ മാധ്യമക്കാർ എന്തുകൊണ്ടാണ് അത് ചെയ്തത് എന്നൊരു ചെറിയ ഐഡിയ കിട്ടിയല്ലോ. ഞാൻ പറഞ്ഞില്ലേ, ഈ മാധ്യമ പ്രവർത്തകരിൽ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ഇതുമായിട്ട് വന്നില്ല, ഇത് ഈ തലപ്പത്തിരിക്കുന്നവരാണ് ഇത് കംപ്ലീറ്റ് ഡീൽ ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. അതെ ഓർത്തന്മാരൊക്കെ വന്ന് കുറെ ജിഹാദികൾ വന്നിട്ട് ഇവിടെ കിടന്ന് തെറി വിളിക്കുന്നത് എന്ത് കാര്യത്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് എന്തിന്റെ മാനസികാവസ്ഥ എന്താണെന്ന്? ഇറങ്ങിപ്പോടാ കിളവാ, ഇവർക്ക് എന്തിനാ കുരുകൂട്ടുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പൊട്ടട്ടെ എന്തായാലും പൊട്ടട്ടെ. അപ്പം ഇതാണ് സിറ്റുവേഷൻ. അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു, ഇത് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല.
കൃത്യമായി ഇത് ഹൈക്കോടതിയിൽ പോയിട്ട് ഇത് മൊത്തം ഇൻവെസ്റ്റിഗേഷൻ നടത്തി പ്രതികൾ അകത്ത് പോകണം. കുറെ ഇവന്മാരുടെ ഈ വൈകുന്നേരത്തെ ചാനലിൽ ഇരുന്നുള്ള ഈ ചതുവാചപ്പങ്ങ് നിൽക്കുമല്ലോ. ഇവന്മാര് ഇത്രയും ഇമ്മോറലായിട്ടും ഇല്ലീഗലായിട്ടും പ്രവർത്തിക്കുന്ന ഒരു സംഘം, ഒരു ഗൂഢസംഘമാണ്. എന്ത് തെമ്മാനത്തിനത് എന്ത് കാര്യത്തിനും ഇവന്മാരുടെ ഒരു കയ്യപ്പനകത്തുണ്ട്. ഈ പരിപാടി നടത്തുന്ന പരിപാടി നമ്മുടെ നെഞ്ചത്തോട്ട് കയറി, എന്നിട്ട് നമ്മുടെ ആൾക്കാരുടെ നെഞ്ചത്തോട്ട് കയറി, എന്നിട്ട് അവരങ്ങ് വലിയ ആൾക്കാരുടെ കോട്ടിട്ട ജഡ്ജിമാർ. അപ്പൊ ശരിക്കുള്ള കോട്ടിട്ട ജഡ്ജിമാരുടെ മുമ്പിൽ പ്രതിക്കൂട്ടിൽ കയറ്റി നിർത്താനായിട്ട് പറ്റുമോ എന്നൊന്ന് ഞാൻ ശ്രമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് വിവരം ഒന്ന് അറിയിക്കാനാണ് നിങ്ങൾക്ക് വന്നത്. ജസ്റ്റ് 2 കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഇപ്പം വ്യാപകമായി സോഷ്യൽ മീഡിയയിൽ ഇത് വരുന്നുണ്ട്. ഈ മദ്രസകൾക്ക് ഒരുപാട് ഫണ്ട് കൊടുക്കുന്നു, അതുമാതിരി മൈനോറിറ്റി ഇതെന്ന് വന്നിട്ട് ഇപ്പം അവസാനം ഈ ലേറ്റസ്റ്റ് ഞാൻ മനസ്സിലാക്കിയത് ഇപ്പം പിണറായി വിജയന്റെ ഗവൺമെന്റ് പിന്നെ വന്നപ്പോൾ ആദ്യത്തെ മന്ത്രിസഭാ ദൃശ്യം കണ്ടോണെന്ന് തോന്നുന്നു 5 ലക്ഷം രൂപ മുസ്ലിം വിധവകൾക്കോ സ്ത്രീകൾക്കോ കല്യാണത്തിന് അങ്ങനെ കണ്ടോ എന്താണ്ടോ ഒരു എമൗണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികൾക്കും ഭയങ്കര പരാതിയുണ്ട്, കാരണം ഒരു മൊത്തം മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതെന്ന്. അപ്പോൾ ഇതിനെതിരെ, കാരണം ഇത് ഈ മൈനോറിറ്റിക്ക് പിന്നെ മൈനോറിറ്റി സപ്പോർട്ട് ചെയ്യുന്ന ഏത് രീതിയിലാണെന്നുള്ളതാണ്. കാരണം വെച്ചാൽ ഈ പറഞ്ഞ മാതിരി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിനെ ബേസ് ചെയ്ത് നമ്മുടെ പാലൊളി മുഹമ്മദ് കമ്മിറ്റി റിപ്പോർട്ട് വെച്ചിട്ടാണ് മുസ്ലിങ്ങളെ ഈ തള്ളിക്കൊണ്ട് നടക്കുന്നത് സർക്കാരുകൾ. അപ്പം ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടും പാലൊളി കമ്മിറ്റി റിപ്പോർട്ടും രണ്ടാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇത് പിന്നെ സൗണ്ട് ഇല്ലാന്ന് ആരണ്ടോ ഇടയ്ക്ക് എഴുതുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ കുഴപ്പമായിരിക്കും, ഒരാളാണ് എഴുതി കണ്ടത്. ഓക്കെ. അപ്പോൾ ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളെ ഒരു പ്രത്യേക വിഭാഗമായി പരിഗണിക്കണം. കാരണം ഇവിടെ മുടിഞ്ഞ കാശും രൂപമാണ്. ഈ സർക്കാർ സ്ഥാപനങ്ങളിലുള്ള ജോലിയും മറ്റൊരു വ്യത്യാസമുണ്ട്. കാരണം സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ഇപ്പം കയറി വരുന്നുണ്ട്, പക്ഷെ എന്നാലും സർക്കാർ പൊതുവെ ജോലി എന്ന കാരണം ഇവരെല്ലാം ഗൾഫിൽ പോയി. ഇവിടെ ഒന്നും നടന്നാതെ വെളിയിൽ പോയി കാശുണ്ടാക്കാൻ, അറബിയുടെ ഇതും താങ്ങി കാശുണ്ടാക്കാൻ പോയി നമുക്കെന്ത് ചെയ്യാൻ പറ്റുന്നത്? മുടിഞ്ഞ കാശുമാണ്, ഇവർക്കെല്ലാം റിസർവേഷനും ഉണ്ട്. ഇത് ഏത് രീതിയിലാണ് സോഷ്യൽ ബാക്ക്വേർഡ്നെസ് എന്ന് അതിലാണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യണം. കേരളത്തിലെ മുസ്ലിങ്ങളെ സെപ്പറേറ്റ് സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും പാലൊളി, നമ്മുടെ സഖാവ് പാലൊളി വന്നു കഴിഞ്ഞപ്പോൾ, അതായത് നമ്മുടെ എന്താ പറയുന്നത് മതേതര സഖാവായ പാലൊളി റിപ്പോർട്ടുമായിട്ട് വന്നപ്പോൾ എന്താ സംഭവിച്ചേ? നമ്മുടെ മുസ്ലിങ്ങളും അങ്ങ് ഇൻക്ലൂഡായി. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. ആ ഒരു വിഷയത്തിൽ ഞാൻ സീരിയസ് ആയിട്ട് അതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മുസ്ലിങ്ങൾക്ക് ഒരു ആനുകൂല്യം കൊടുക്കുന്നതിന് എതിരായിട്ട് പോകുന്ന കോടതിയിൽ പോകുന്നതിന് അർത്ഥമില്ല. അപ്പം ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഇതിനെപ്പറ്റി എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ അതിന് വർക്കൗട്ട് ചെയ്ത് തുടങ്ങി. ഞാൻ നിങ്ങൾക്ക് അഷ്യൂർ ചെയ്യുന്നു, കാരണം ഈ പറഞ്ഞ ഒരു മുസ്ലിങ്ങൾ കൊടുക്കുന്നതിനെതിരെ നമ്മൾ കോടതിയിൽ പോയാൽ അത് ഇറ്റ്സ് നോട്ട് പോസിബിൾ, ലീഗലി നോട്ട് പോസിബിൾ. ബട്ട് ഈ ഇല്ലീഗലായിട്ടുള്ള ഈ മുസ്ലിങ്ങൾക്ക് അനാവശ്യമായ രീതിയിൽ സാമ്പത്തികമായ സഹായങ്ങൾ ഏർപ്പെടുത്തുന്ന ഈ പ്രീണന നയത്തിനെതിരെ വളരെ പെട്ടെന്ന് തന്നെ ഒരു കൂടി വന്ന 2-3 ആഴ്ചയ്ക്കകം നമ്മൾ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പ് വരുന്നു. എന്നെ ഒരുപാട് പേര് എന്നോട് റിക്വസ്റ്റ് ചെയ്യുന്നു, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, ഈ ലോക്ക്ഡൌൺ ആയതുകൊണ്ടാണ് മുസ്ലിം റിസർവേഷനെതിരെ ഞാൻ നിങ്ങളുടെ അഷ്യൂർ ചെയ്യുന്നു. മുസ്ലിം റിസർവേഷനെതിരെ കോടതി തുറന്നാൽ ഉടനെ കേസ് കൊടുക്കുന്നു. കേസൊക്കെ തയ്യാറാണ്. ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി കേരളത്തിൽ ഈ അതർ OBC എന്ന് പറഞ്ഞ ഈ മുസ്ലിങ്ങൾ ഈ ഇതില്ലാതെ എന്താണ് പറഞ്ഞത് എലിജിബിലിറ്റി ഇല്ലാതെ അതിന് യോഗ്യതയില്ല അവർക്ക്, കാരണം അതിൻ്റെ ആവശ്യമില്ല. അങ്ങനെ ഒരു അതർ ബാക്ക്വേർഡ്, സോഷ്യലി ബാക്ക്വേർഡ് അല്ല മുസ്ലിം ഇവിടെ. അങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്ന ഈ പരിപാടി ആ റിസർവേഷൻ നിർത്തലാക്കാനുള്ള കേസും ഞാൻ എന്തായാലും ഇത് ഈ ലോക്ക്ഡൗൺ കഴിഞ്ഞ ഉടനെ കൊടുക്കും. അപ്പം ഞാൻ ഇത്രയും ഇത് നിങ്ങളുടെ അടുത്ത് നിന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. എന്നെ കേട്ട എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഈ അനീതിക്കെതിരെ തീർച്ചയായിട്ടും കോടതിയിൽ പോവും എന്ന് ഉറപ്പ് തരുന്നു. എന്നാൽ പറ്റുന്ന രീതിയിൽ ഈ തട്ടിപ്പ് പരിപാടികൾ കേരളത്തിൽ അവസാനിക്കുന്നത് എല്ലാ മേഖലയിലും തട്ടിപ്പാണ്. എല്ലാ മേഖലയിലും പറ്റുന്ന മേഖലകളിലെല്ലാം എവിടെ കൈവച്ചാലും അവിടെ എല്ലാം തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന ഒരു രീതി ആയി മാറി കേരളം. ഗോഡ്സ് ഓൺ കൺട്രി എന്ന് നമ്മൾ പറയപ്പെടുന്നത് ഡെവിൾസ് ഓൺ കൺട്രി ആക്കി മാറ്റിയെടുത്തു. മനസ്സിലായില്ലേ? കാരണം
ഇതുവരെ നമ്പർ വൺ എന്ന് തള്ളിക്കൊണ്ടിരുന്നത് ഇപ്പൊ അതിദാരിദ്ര്യം മാറ്റാനുള്ള മാർഗം ആലോചിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലുള്ളത്. അപ്പൊ കഴിഞ്ഞ 5 വർഷം എന്തായിരുന്നു തള്ളിക്കൊണ്ടിരുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. നമ്മൾ വനവാസി സഹോദരന്മാരെയൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ അധികം ദൂരമൊന്നും പോകണ്ട, ശബരിമലയിലേക്ക് പോകുന്ന വഴി ഇതുണ്ട്, പിന്നെ എന്താ നമ്മുടെ ശിവന്റെ അമ്പലം ഉണ്ടല്ലോ, എരുമേലി പമ്പ എത്തുന്നതിന് മുമ്പ്. ആ പമ്പ എത്തുന്നതിന് തൊട്ട് മുമ്പ് മേളിലേക്കും അതിന് മുമ്പ് നമ്മുടെ ശിവന്റെ അമ്പലം, നമ്മുടെ കുരിശു കൊണ്ട് വെച്ച സ്ഥലം, രാജേട്ടനൊക്കെ പോയി ഇതാക്കിയത്. അപ്പൊ അവിടെ അതിന് നേരെ മുമ്പിൽ റോഡ് സൈഡിൽ തന്നെ ഉണ്ട് ആദിവാസി കോളനികളുണ്ട്. അവരൊക്കെ ഒരു ആ കുടിലൊക്കെ കണ്ടാൽ നമ്മുടെ ദയനീയ അവസ്ഥയാണ്, അകത്തേക്ക് വെള്ളം വീഴുന്ന വളരെ ദയനീയ അവസ്ഥ. അപ്പൊ ഇതൊക്കെ കേരളത്തിലുണ്ട്. നമ്പർ 1 കേരളം എന്ന് പറഞ്ഞ് തള്ളിക്കൊണ്ടിരുന്ന ഇപ്പോൾ അതിദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പൊ അങ്ങനെ തട്ടിപ്പും വെട്ടിപ്പിന്റെ ഒരു നാടായി മാറിയ കേരളം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഈ തട്ടിപ്പും വെട്ടിപ്പൊക്കെ നിർത്തി ഈ പത്രക്കാർക്കിട്ടെങ്കിലും എന്തായാലും ഒരു പണി കൊടുക്കണം ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നുണ്ട്. അതിന് എല്ലാവരുടെയും സഹായവും അനുഗ്രഹവും വേണം. ഞാൻ നിർത്തുന്നു. നമസ്തേ. ഇനി ഒരു വിഷയമായി പിന്നെയും നിങ്ങളുടെ മുമ്പിൽ എത്താം.